അടുത്തത് എന്ത് ചെയ്യുമെന്ന് പിൻട്രസ്റ്റിൽ തപ്പിക്കൊണ്ട് നിന്നപ്പോൾ ആണെടാ ഈ ഒരു മിനി റോസ് ബുക്ക് എൻ്റെ കണ്ണിൽ പെട്ടത്. ആദ്യം തന്നെ ഒരു പിങ്ക് ഓർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ ഒറിഗാമി പേപ്പർ എടുത്ത് 1.5 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ സ്ട്രിപ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എത്ര റോസ് വേണോ അത്രയും സ്ട്രിപ്സ് കട്ട് ചെയ്തെടുക്കണം. ഇനി ഒറിഗാമി പേപ്പർ ഇല്ലാത്തവരാണെങ്കിൽ നോർമൽ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് ഒരു ബ്രഷ് പെന്നോ അല്ലെങ്കിൽ പെയിൻറ്റോ ഒക്കെ വെച്ച് കളർ അടിച്ചെടുത്താൽ മതി. ഞാനിവിടെ 9 റോസസ് ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ 9 സ്ട്രിപ്സ് ആണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ സ്ട്രിപ്സിനെല്ലാം വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ആദ്യം ഒന്ന് പുറകിലോട്ട് ഫോൾഡ് ചെയ്യുക, പിന്നെ ഒന്ന് റോൾ ചെയ്യുക, പുറകിലോട്ട് ഫോൾഡ് ചെയ്യുക, റോൾ ചെയ്യുക. ഈ സെയിം സ്റ്റെപ്സ് ആണ് നമ്മൾ ത്രൂ ഔട്ട് ദ റോസ് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ എൻഡ് ഒന്ന് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുത്താൽ മതി. ഈ സെയിം സ്റ്റെപ്സ് തന്നെ യൂസ് ചെയ്തിട്ട് എല്ലാ റോസ് ഫ്ലവേഴ്സും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റെംസിൽ ഗ്രീൻ കളർ വെച്ചൊന്ന് കളർ ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ചുരുട്ടി കൊടുത്തു കഴിഞ്ഞാൽ ദ കംപ്ലീറ്റ് റോസ് ഫ്ലവർ ഇസ് റെഡി. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്ത എല്ലാ റോസ് ഫ്ലവേഴ്സിനെയും കൂടി ഒരുമിച്ച് വെച്ച് ഒരു ത്രെഡ് വെച്ചിട്ട് കെട്ടിക്കൊടുക്കണം. എക്സസ് വരുന്ന സ്റ്റെമ്മിൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്തിട്ട് എല്ലാ സ്റ്റെമ്മും ഒരേ ലെവലാക്കി വെക്കണം. ഇനി ബൊക്കെ ഷീറ്റായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് നമ്മൾ നോർമലി വീട്ടിൽ യൂസ് ചെയ്യുന്ന ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ പേപ്പറിനെ 4 പീസാക്കി കട്ട് ചെയ്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഫോൾഡ് ചെയ്ത് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന റോസ് ബഞ്ചസ് എടുത്ത് അസംബിൾ ചെയ്ത് കൊടുക്കുക. നമ്മൾ നോർമലി ഒരു ബൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഷീറ്റ്സിൻ്റെ കട്ടിങ്ങും അസംബ്ലിങ്ങും എല്ലാം. എല്ലാ ഷീറ്റ്സും വെച്ച് കഴിഞ്ഞ് ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ത്രെഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മിനി റോസ് ബൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ ഭയങ്കര ഹാർഡായിട്ട് തോന്നും, പക്ഷെ നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.